ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പൈനാപ്പിൾ കൃഷിയെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. പക്ഷേ നമ്മൾ കടകളിൽ നിന്നൊക്കെ നമുക്ക് മേടിച്ച് കഴിക്കാൻ വളരെ പേടിയാണ്. കാരണം മരുന്നുകളൊക്കെ അടിച്ച പൈനാപ്പിളുകളാണ് നമ്മൾ കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുക. അത് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റ് അസുഖങ്ങളൊക്കെ വരും. അപ്പം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പൈനാപ്പിൾ കൃഷി ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഈ പൈനാപ്പിളിന് കുറച്ച് സ്ഥലം വേണ്ടിയതുകൊണ്ട് സ്ഥലക്കുറവുള്ളവർക്ക് നമുക്ക് ചട്ടിയിൽ ഇതിനെ വളർത്തിയെടുക്കാം. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലെ കയ്യാലയുടെ സൈഡിലും വേലിക്കരികിലും ഒക്കെയാണ് നമ്മൾ ഇത് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് സ്ഥലം കുറവുള്ളതുകൊണ്ട് നമുക്ക് ചട്ടിയിൽ ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചട്ടിയിൽ വളർത്താം. പക്ഷേ ഇതിന് ഇച്ചിരി വിശാലമായിട്ട് ഇതിനെ വളർന്നു വരുന്ന ഒരു ചെടിയാണ്. അപ്പം നമ്മൾ ഇതിനെ എങ്ങനെയൊക്കെ നമ്മൾ പരിപാലിച്ചാലാണ് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പൈനാപ്പിള് കണ്ടോ, ഇവിടെ പിന്നെ കായായിട്ട് അത് പഴുത്ത് വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്ത് നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടി. ഇത് നമ്മൾ ഒരു ഇതിൻ്റെ മൂടി വെച്ച് ചട്ടിയിൽ വെച്ച് നമുക്ക് വളർത്തി ആദ്യം നമുക്കൊരു ചെറിയ ചട്ടിയിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ചട്ടിയൊക്കെ മാറ്റി വെച്ച് വലിയ ചട്ടിയിലോട്ട് മാറ്റി വെക്കാൻ പറ്റും. അങ്ങനെ വെച്ച് ഒരു വർഷം കഴിയുമ്പോൾ, ഇതിപ്പം ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കായായിട്ട് നമുക്ക് പാകമായിട്ട് കിട്ടിയേക്കുവാണേ. അപ്പോൾ അതിൻ്റെ വിളവെടുക്കുന്നതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പൈനാപ്പിള് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്ത്, കുറച്ച് സ്ഥലമുള്ളവർക്കും നമുക്ക് ഇതുപോലെ കൃഷി ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇതിൻ്റെ വളങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയ നമ്മൾ കെയറൊന്നും കൊടുക്കണ്ട. ആദ്യം നമ്മൾ നട്ട് പിടിപ്പിക്കുമ്പം കുറച്ച് ചാണകപ്പൊടി, എല്ലുപൊടി ഇട്ടില്ലെങ്കിൽ പോലും പ്രശ്നമില്ല. ഞാനിതൊരു നട്ടപ്പം എല്ലുപൊടിയും കൂടെ ഇട്ട് കൊടുത്തു. നമ്മൾ കുറച്ച് കമ്പോസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത്, കരിയിലെ കമ്പോസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് നട്ടത്. അതിലോട്ട് ഇച്ചിരി ചാണകപ്പൊടി, എല്ലുപൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വലിയ വളമൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്നെ ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തു കേട്ടോ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പൂക്കാനുള്ളതോ അങ്ങനെയൊന്നും ഞാൻ കൊടുത്തില്ല. അപ്പം തന്നെ ഇതിൽ കായായിട്ട് കണ്ടോ, നമുക്ക് വിളവെടുക്കാറായ ഒരു സമയമായി. അപ്പം നമുക്കിതിനെ വിളവെടുക്കാമേ. കണ്ടോ, ഇതിപ്പം ചട്ടിയിൽ ഇത് പാകമായിട്ട് നിൽക്കുവാണ്. നമുക്കിതിനെ ഒന്ന് വിളവെടുക്കാം. കണ്ടോ, നമ്മളിതിനെ നമ്മൾ വിളവെടുത്തിരിക്കുകയാണ്. കണ്ടോ, നല്ലൊരു ഫ്രൂട്ട് നമുക്ക് കിട്ടിയേക്കുവാണ്. കണ്ടല്ലോ, കണ്ടോ, നമ്മുടെ ഫ്രൂട്ട്സ് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഫ്രൂട്ട്സാണ് ഈ പൈനാപ്പിള്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 മാസത്തോളം ആയിട്ടുണ്ട്. ഞാനിതിന് വലിയ കെയറൊന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇത് കുറച്ച് സൺലൈറ്റൊക്കെ ഉള്ള നമ്മുടെ കിച്ചൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമുക്ക് വെക്കാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുള്ളുകളുള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ നമ്മൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ ആരുടെയെങ്കിലും കയ്യിലോ ഒക്കെ കൊള്ളാതെ, നമ്മൾ പ്രത്യേകിച്ച് നമ്മളിത് കട്ട് ചെയ്യാൻ എടുക്കുമ്പോഴും ഇതിന് വളം ഇടുമ്പോഴും ഒക്കെ നമ്മൾ ഗ്ലൗസ് ഇടണം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഇത് കൊണ്ടിട്ട് മുറിയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് നല്ലൊരു ഫ്രൂട്ടുമാണ്. നമുക്ക് ബാക്ക് സൈഡിൽ ശല്യമില്ലാത്ത ഏരിയയിലൊക്കെ ഇതിനെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഇതുപോലെ ചട്ടിയിലൊക്കെ വെച്ച് കുറച്ച് മതിലിൻ്റെ സൈഡിലോ അതുപോലെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് ഇതിനെ വെച്ചാൽ ഇത് നന്നായിട്ട് അതവിടെ ഇരുന്ന് വളർന്നോളും. കുറച്ച് സൺലൈറ്റും ഇതിന് കിട്ടണം. ഡയറക്റ്റ് നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണേ. അപ്പം നമുക്ക് ഇച്ചിരി സൺലൈറ്റ് കുറവാണെങ്കിലും കുഴപ്പമില്ല. മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ കിട്ടുന്ന സൺലൈറ്റ് ഉണ്ടെങ്കിലും മതിയാവും. ഇത് കുറച്ച് നാളുകൊണ്ട് ഇതിൽ കായുണ്ടാവും. നമുക്ക് പിന്നെ പൈനാപ്പിൾ ഇത് കണ്ടോ, ഇതിൻ്റെ മൂടി നമുക്ക് ഇതുപോലെ വെച്ച് വേര് വന്നിരിക്കുന്നത് കണ്ടോ. പെട്ടെന്ന് നമുക്ക് വെള്ളത്തിൽ വെച്ച് ഇതിന് വേര് വരുത്താൻ പറ്റുമേ. ഒരു 5 ദിവസം കൊണ്ട് തന്നെ ഇതിന് വേര് വരും. ഇങ്ങനെ നമ്മൾ കടകളിൽ നിന്നൊക്കെ നല്ല ഇനം പൈനാപ്പിൾ നമ്മൾ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ മൂടി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം ഒഴിച്ചിങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ മതി. ഇതിന് ചുവട്ടിലത്തെ 2-3 ഇതളുകളെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി. അപ്പം പെട്ടെന്ന് വേര് വരും. അതിനുശേഷം നമുക്ക് ചാണകപ്പൊടി ഇട്ട് മണ്ണിനകത്തോട്ട് ഇച്ചിരി കരിയില കമ്പോസ്റ്റും എല്ലാം കൂടി ഇട്ട് ഒരു ചട്ടിയിൽ നമുക്കിതിനെ കുഴിച്ചു വെച്ചാൽ മതി. ആദ്യം നമുക്കൊരു മീഡിയം സൈസ് ചട്ടിയിൽ വയ്ക്കുക. അതിനുശേഷം നമുക്കൊരു വലിയ ചട്ടിയിലോട്ട് മാറ്റിയാൽ മതിയാവും. അപ്പം കുറച്ച് സൺലൈറ്റ് വെച്ചാൽ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെ വരുന്ന ആ സൺലൈറ്റ് ഉണ്ടല്ലോ,
ആ സൺലൈറ്റ് ഒക്കെ കിട്ടിയാൽ മതിയായിരിക്കും. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിയാൽ ഇച്ചിരി കൂടെ നല്ലതാണേ. നമുക്കറിയാമല്ലോ റബ്ബർ പ്ലാന്റേഷനൊക്കെ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ഈ പൈനാപ്പിൾ കൃഷി മാത്രമായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല സൺലൈറ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് അത് പൂക്കുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഞാനിവിടെ വെച്ച സ്ഥലത്ത് കുറച്ച് സൺലൈറ്റ് ഉണ്ടായിരുന്നു, എന്നാൽ വലിയ സൺലൈറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇതിച്ചിരി താമസിച്ചത്. അപ്പോൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് പെട്ടെന്ന് ഇത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ചട്ടിയിൽ വളർത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാമേ. ഇത് നമ്മൾ ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ഇതിന് ചുവട്ടിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം. അപ്പോൾ അത് വളർന്നു വരും തോറും ഉണ്ടല്ലോ, ആ പഴയത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒതുങ്ങി വളരും. അല്ലെങ്കിൽ ഇതിങ്ങനെ വിശാലതയിലോട്ട് ഇങ്ങനെ വിടർന്ന് വളരുന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് ചുവട്ടിൽ നിന്നൊക്കെ ഉള്ളത് കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കളയാൻ പറ്റും. പിന്നെ നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് നമുക്ക് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ കായൊക്കെ വരാറാകുമ്പോഴത്തേക്ക് നമുക്കൊരു സപ്പോർട്ടൊക്കെ കൊടുത്താലുണ്ടല്ലോ അത് അതിനകത്ത് തന്നെ ഇങ്ങനെ നിൽക്കും. പിന്നീട് നമുക്ക് അതിൻ്റെ തൈകളൊക്കെ അതിൽ തന്നെ വലിയ ചട്ടിയാകുമ്പോൾ അതിൽ തന്നെ പൊട്ടി വരുമേ. അപ്പോൾ അത് നമുക്ക് അതിനകത്ത് തന്നെ വീണ്ടും കായായിക്കോളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മൂടി ഉണ്ടല്ലോ അത് എടുത്തിട്ട് നമുക്ക് വേറൊരു ചട്ടിക്കകത്ത് വെച്ച് ഇതുപോലെ വേര് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ചാണകപ്പൊടിയൊക്കെ ഇട്ടാൽ മിക്സിലോട്ട് നമുക്ക് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ നമ്മൾ വേര് പിടിപ്പിച്ച ഇതിനെ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാമേ. ഇതിന് പിന്നീട് നമ്മൾ വലിയ കെയറും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ല. വെള്ളമാണെങ്കിൽ നമ്മൾ പിന്നെ ഇടയ്ക്കൊക്കെ 2 ദിവസം 3 ദിവസം ഇടവിട്ടൊക്കെ വെള്ളം ഒഴിച്ചാലും മതി. അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പം കരിയില നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അടിയിലെ. അപ്പോൾ ആ കരിയില കമ്പോസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് അപ്പം നമ്മൾ ഇടയ്ക്ക് വെള്ളമൊക്കെ നനച്ച് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ദിവസവും ഇപ്പോൾ ഇതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. കണ്ടോ, ഇതിനെ ഞാനിപ്പോൾ കുഴിച്ചു വെച്ചു. ഇപ്പോൾ ഇന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് നമ്മളിതിനെ വെള്ളമൊക്കെ നനച്ച് കൊടുത്താൽ മതിയേ. ഇതുപോലെ നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാമേ. കണ്ടോ, നമ്മുടെ പപ്പി ഇവിടെ വന്ന് നിൽക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ നനച്ചാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് നനച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഞാൻ സപ്പോർട്ട് കായായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ സപ്പോർട്ട് കൊടുത്ത് കെട്ടിയൊക്കെ വെച്ചതാണേ. കണ്ടല്ലോ, അപ്പം ചുവട്ടിൽ നിന്ന് നമുക്ക് ചില ഇലകളൊക്കെ കട്ട് ചെയ്ത് മാറ്റണേ കായ ആകാറാകുമ്പോഴത്തേക്ക്. ഇതേപോലെ നമുക്ക് ചട്ടിയിൽ കണ്ടോ, ഈ ചട്ടിയുടെ വലിപ്പം കണ്ടില്ലേ. അപ്പോൾ ഇതുപോലുള്ള ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് പൈനാപ്പിൾ. അപ്പോൾ നമുക്ക് വിഷമടിക്കാത്ത നല്ല ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാൻ പറ്റും. കുറച്ച് ഗ്രോ ബാഗിൽ ഒരു 5-6 ഗ്രോ ബാഗിൽ ഒരു 10 ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ 10 ചട്ടികളൊക്കെ വെച്ചാൽ നമുക്ക് എപ്പോഴും നമുക്ക് പൈനാപ്പിൾ കിട്ടും. ഒരു പൈനാപ്പിൾ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് കിട്ടും. അങ്ങനെ നമുക്ക് വർഷം മുഴുവനും നമുക്ക് പൈനാപ്പിൾ കഴിക്കാൻ പറ്റും. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 1 വർഷം കഴിയും ഇതിൻ്റെ ആദ്യത്തെ ഒരു ഫ്രൂട്ടൊക്കെ കിട്ടാൻ. അപ്പം പിന്നെ അങ്ങനെയാകുമ്പോൾ നമ്മൾ പല ചട്ടികളിൽ വെച്ചാൽ നമുക്ക് 1 വർഷം മുഴുവനും നമുക്ക് പൈനാപ്പിൾ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക്